ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ ആഴുമ്പോ ആകുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്തത താണ്ടി ജയിക്കാനാരോ. വെൽക്കം ബർജർ ഹോം പെയിന്റ്സ് ആൻഡ് കോൾഗേറ്റ് പ്രസൻസ് ബിഗ് ബോസ് സീസൺ 2 ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഒരാഴ്ച പിന്നിട്ടുകൊണ്ട് ബിഗ് ബോസ് സീസൺ 2 ഷോ മുന്നോട്ട്. ഇന്ന് ആദ്യ എവിക്ഷൻ പ്രോസസ് ഇവിടെ സംസാരിക്കും. ആദ്യം വീടിനുള്ളിൽ ചെന്ന് അവരുമായി സംസാരിക്കാം. ദിനേശ, നിനക്ക് പണിയായി, വാ മോനെ. നമസ്കാരം. നിങ്ങൾ എല്ലാവരും ആ വീടിനുള്ളിൽ പോയി ഒരാഴ്ച കഴിയുകയാണ്. ഇന്ന് ആദ്യ എവിക്ഷൻ പ്രോസസ്. ആദ്യ ആഴ്ച ആദ്യമായി സീസൺ 2 ഷോയിനോടും വീടിനോടും ഒരു മത്സരാർത്ഥി ഇവിടെ പറയുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. അതിനു മുമ്പ് എന്തൊക്കെ വിശേഷങ്ങള്? ബിഗ് ബോസ് സീസൺ 2 ആദ്യ ആഴ്ച വളരെ നന്നായി തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും. ഒരു വഴക്കോ ഒന്നുമില്ലാതെ. പക്ഷേ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നൊന്നും പറയില്ല. വഴക്കൊക്കെ ഉണ്ടാക്കിയോ? നിങ്ങളെ വഴക്കുണ്ടാക്കിയാലേ എനിക്ക് സംസാരിക്കാൻ വല്ല കണ്ടന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ വഴക്കുണ്ടായിക്കോളൂ. അതും മാന്യമായ ഭാഷയിലും ദേഹോപദ്രവം ഒന്നും വരുത്താതെ നന്നായി ഫൈറ്റ് ചെയ്തോളൂ. ഓക്കെ, ഈ ഷോ എന്ന് പറയുന്നതിന് ഒരു ഫൈറ്റാണ്. ഓരോരുത്തരെ പിന്നിലേക്ക് ആക്കി അവരൊക്കെ ഓരോരുത്തരെയായിട്ട് പറഞ്ഞു വിട്ട് അവസാനം എത്തുന്ന ആ 3 പേർ, അതിലൊരാളായിരിക്കും അന്തിമ വിജയ്. അതൊക്കെ പിന്നീടത്തെ കാര്യം. ഇതിപ്പോ ആദ്യ ആഴ്ചയായിട്ടുള്ളൂ. സോ ഇനി എന്താണ് ചോദിക്കുക? ആരോടാ ചോദിക്കുക? എവിക്ഷനിൽ ആരൊക്കെയുണ്ട്? അത് ഞെട്ടലോടെയാണ് ഞാൻ നോക്കിയത്. ബിഗ് ബോസ് സീസൺ 2 ആദ്യ ആഴ്ചയിലെ നോമിനേഷനിൽ തന്നെ 8 പേർ, ബാക്കി 4 പേരും സേവ്ഡ് ആയില്ലേ? 8 പേരും എവിക്ഷനിൽ വന്നിരിക്കുകയാണ്. ഈ 8-ൽ ഒരാളെ ഒഴിച്ച് ബാക്കി 7 പേരും സേവ്ഡ് ആണ്. ആ ഒരാൾ ആരാണെന്നും സേവ്ഡ് ആയ ആരൊക്കെയാണെന്നും അറിയണ്ടേ? ഓക്കെ, സേവ്ഡ് ആയ 3 പേരുടെ പേര് ഞാൻ പറയാം. ഛോട്ടാ ഭീം, ഹാരി നൊഹാര, ഓഗി. ഈ 3 പേരും സേവ്ഡ് ആണ്. സോ ഇനി ആരൊക്കെയാണ്? ചുട്കി, സരസമ്മ, പെപ്പർ പിഗ്, പിന്നെ ജഗൻ. റൈറ്റ്? ഓക്കെ, ജഗനും സേവ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇനി 3 പെൺകുട്ടികൾ. ഈ 3 പെൺകുട്ടികളിൽ 2 പേർ അവിടെ നിൽക്കും, ഒരാൾ എന്റെ അടുത്തേക്ക് വരും. ഓക്കെ, എന്റെ കയ്യിലൊക്കെ കാർഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടോ? പ്രേക്ഷക വിധി പ്രകാരം ചുട്കി, യു ആർ സേവ്ഡ്. ഞെട്ടണ്ട, സേവ്ഡ് ആണ്. ഓക്കെ, ഇനി ഞാൻ തമാശ കളയുന്നില്ല. 2 പേരിൽ ഒരാൾ അവിടെ നിൽക്കും, ഒരാൾ എന്റെ അടുത്തേക്ക് വരും. പ്രേക്ഷക വിധി പ്രകാരം പേപ്പർ പിഗ്, യു ആർ എവിക്റ്റഡ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരാം. സരസമ്മ, യു ആർ സേവ്ഡ്. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. ഓക്കെ, അങ്ങനെ ബിഗ് ബോസ് സീസൺ 2 ആദ്യ എവിക്ഷനിലൂടെ പ്രേക്ഷക വിധി പ്രകാരം എവിക്റ്റഡ് ആയി പുറത്തേക്ക് വരികയാണ് പെപ്പർ പിഗ്. പെപ്പർ പിഗ്, എന്ത് പറ്റി? ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമല്ല. ഇതൊരു ഗെയിമായിട്ട് മാത്രം കണ്ടാൽ മതി. എന്നാലും എന്ത് പറ്റി? എല്ലാവരും കരുതുന്നത് പോലെ ഞാൻ അങ്ങനെ ഒരു ഗെയിമറൊന്നുമല്ല. എന്തായാലും ഇത്രയും ദിവസം 5 ദിവസം എന്നെങ്കിൽ കൂടി എനിക്കത് ഭയങ്കര വലിയ കാര്യമാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി അതാണ്, പോയിക്കോളൂ. നമുക്കിനി അടുത്ത ആഴ്ച കാണാം 2ാം എവിക്ഷൻ പ്രോസസ്സിന്റെ വിശേഷങ്ങളുമായി. ഗുഡ് നൈറ്റ്.